ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ വളരെ ഫേമസായ ഒരു മസാല ദോശ ഇട്ടുണ്ടാക്കണത്. നമ്മൾ ദോശൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നിറച്ചിട്ടേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാറില്ലേ, ആ മസാല ദോശ കേട്ടോ. അത് നമുക്ക് ദോശമാവിന് നമ്മൾ ദോശക്ക് കൂട്ടിയേക്കൂലേ, ഉഴുന്നും അരിയും ചോറൊക്കെ അരച്ചിട്ട് ആ ദോശമാവ് തന്നെ മതി കേട്ടോ അതിന്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മസാല വെച്ച് കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അത് ആദ്യം നല്ലോണം ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ട് നമ്മൾ ദോശയിൽ പരത്തിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മുരുമുരുവനാണ് കേട്ടോ. നല്ല ക്രിസ്പി ആവുമ്പോൾ നമ്മൾ മസാല ഉള്ളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മടക്കി ഏത് ഷേപ്പിൽ വേണേലും മടക്കട്ടോ. നമുക്ക് 2 മടക്കാക്കി മടക്കാം, ത്രികോണാക്കി മടക്കാം, എങ്ങനെ വേണേലും മടക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെയാണ് മടക്കലൊക്കെ അല്ലേ. ഇങ്ങനെയാണ് ചുട്ടിട്ടേ. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്ത് ഉഴുന്ന് പച്ചരി ചോറ് ഇതൊക്കെ കൂടെ നല്ലോണം അരച്ച് വെച്ചതാട്ടോ. ഗ്രൈൻഡറിൽ ആട്ടി വെച്ചതാണ്. ഇപ്പോൾ നല്ലോണം ഒന്ന് അരച്ച് വന്നിട്ടുണ്ട്. ഇതല്ലേ ഇങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കട്ടോ. അതിനായിട്ടിപ്പോൾ ഞാൻ 2 ഉരുളങ്കിഴങ്ങ് ആട്ടെടുത്തിട്ടുണ്ട്. വലിയ ഉരുളങ്കിഴങ്ങാണ്. ഈ 2 ഉരുളങ്കിഴങ്ങ് നല്ലോണം നമ്മൾ പ്രഷർ കുക്കറിലൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വന്നാൽ അത് നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് നടുവിലൊന്ന് പൊളിച്ചിട്ടേ നമ്മൾ വേവിച്ചാണെങ്കിൽ പെട്ടെന്ന് വെന്തിട്ടും കേട്ടോ. ഞാൻ അപ്പോൾ ഇതൊന്ന് നടുക്ക് പൊളിച്ചിടുന്നുണ്ട്. കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ. കുറച്ചധികം വെള്ളം വെക്കണം. അങ്ങനെ നല്ല ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിൽ വന്നാൽ അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് വേഗമായിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ആ കിഴങ്ങൊക്കെ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്കുള്ള മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മളെ കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുക്കാം. ഒന്ന് തണുത്തിട്ടേ, തണുത്ത് വന്നിട്ട് എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളിപ്പോവും. അങ്ങനെ ആ തൊലിയൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ആ ഉരുളങ്കിഴങ്ങൊക്കെ ഒന്ന് തണുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടേ അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇനി കൈ കൊണ്ട് തന്നെ ഉടച്ചാൽ ഓടിട്ടോ. അത് നല്ലോണം വെന്തതല്ലേ, അത് കൈ കൊണ്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഉടക്കാൻ മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട വേറെല്ലാം കൂട്ടുക കേട്ടോ. ഒരു സവാള, 2 പച്ചമുളക് 4ആയി കീറിയത്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇതിപ്പോൾ 2 സവാളയ്ക്ക് 2 കിഴങ്ങക്ക് 1 സവാള കേട്ടോ. അതാണ് അതിൻ്റെ കണക്ക്. സവാള അധികം എടുക്കണ്ട. കിഴങ്ങ് എടുക്കണതിൻ്റെ പകുതി എടുത്താൽ മതി സവാള കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീയൊക്കെ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞ് പിടിക്കുക തരം. ചൂടായ ശേഷം നമുക്ക് ഫ്രൈയിലിട്ട് വെക്കാം. ഇപ്പോൾ കറണ്ട് അടുപ്പമ്മയാണ് ഉണ്ടാക്കണത്, ഈസി കുക്കുമ്മേ. അതുകൊണ്ട് അതിന്മേൽ പെട്ടെന്ന് ചൂടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈൻ്റെ സ്വിച്ചിലാക്കി വെക്കണം. അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം ചൂടായുമ്പോൾ വരുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കടുകൊക്കെ നല്ലോണം പൊട്ടി വരട്ടെ. അപ്പം നമുക്ക് ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കുക കേട്ടോ, കടുകൊക്കെ കരിഞ്ഞു പോവും. തീ കുറച്ചിട്ട് വേണം പൊട്ടിച്ചാൻ. ഇപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വേണമെങ്കിൽ 1 സ്പൂണിൽ ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സവാളയൊക്കെ ഒന്ന് വാടി വെളിച്ചെണ്ണ ഒഴിച്ചിടത്തോളം ടേസ്റ്റ് കൂടും. പക്ഷേ നമുക്ക് ശരീരത്തിന് നല്ലതല്ലല്ലോ വെളിച്ചെണ്ണ. അങ്ങനെ നമ്മൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോഴേ നമുക്ക് ആ ഇഞ്ചി, പച്ചമുളക്, സവാള ഇതൊക്കെ ഇട്ട് കൊടുക്കാം.
ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകണം ഇങ്ങനെ വഴറ്റിയിട്ടേ അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ വഴറ്റുമ്പോൾ ചെറിയ ലോ ഫ്ലെയിമിൽ വഴറ്റണം കേട്ടോ. കിട്ടി. നമുക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പുക ആളുകാരം, പുക ആളിൻ്റെ ടേസ്റ്റ് പോകും. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് അധിക സമയം നമ്മൾ ഇളക്കേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ പെട്ടെന്ന് ആക്കിയാൽ കരിഞ്ഞു പോകും, ഇതിൻ്റെ ടേസ്റ്റും പോകും. ഒക്കെ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ശരിയാക്കണം. പെട്ടെന്ന് കടിപിടിയാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ആ സവാള ഒന്ന് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടേ അതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. നമ്മളെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോളൂ. മുളകും പൊടി ഒന്നും ഉണ്ടല്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇതിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പാടെ ടേസ്റ്റേ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചിലാണ് ചേർക്കുമ്പോൾ നല്ല വെറുതെ കഴിക്കാനും നല്ല രസമാട്ടോ. അതിൻ്റെ മസാല നിങ്ങൾ ദോശയൊക്കെ വെറുതെ ചുട്ടിട്ട് ഉള്ളിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ച് കാണും കഴിച്ചാൽ കിട്ടും. ഇതിൻ്റെ മസാല കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാക്കാരം. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊക്കെ ഒന്ന് ഇളക്കി മസാലക്കൂട്ട് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ അതിൽ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഉപ്പും കൂടി ഇട്ടിട്ട് ഒക്കെ ഒന്ന് ഇളക്കി ആ ഉപ്പൊക്കെ എല്ലായിടത്തും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഈ മസാല ദോശൻ്റെ ഉള്ളിലും കൂടി ഇടുമ്പോഴേ നല്ലൊരു ടേസ്റ്റാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിട്ടത്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. എന്നിട്ട് ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ടേ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊള്ളൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തോളൂ. അങ്ങനെ ഇതൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ദോശൻ്റെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്ങനെ മസാല ദോശ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇഡ്ഡലിയും ദോശയൊക്കെ ഞാൻ പല വിധത്തിലും ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ മസാല ദോശ ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇട്ടു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ അതിൽ നല്ലോണം കടന്നിട്ടേ ചെറിയ തീ കണ്ടിട്ടൊക്കെ ഇളക്കി യോജിപ്പിച്ചണം. എന്നിട്ട് നമുക്ക് ദോശ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തലേ ദിവസമേ ഗ്രൈൻഡറിൽ ആട്ടിയ മാവാട്ടോ. അങ്ങനെ ഒരു 4
കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, 1 കപ്പ് ചോറ് ഒക്കെ ഇട്ടിട്ട് നന്നായി ഗ്രൈൻഡറിലാട്ടിയാട്ടോ. ഇപ്പോൾ വെള്ളമൊന്നും കയറില്ല. ഗ്രൈൻഡറിലാട്ടുമ്പോൾ നമ്മളെ പണ്ടത്തെ ആട്ടലിലാട്ടുന്ന അതേപോലെ കാര്യം. ഇതായിട്ട് ദോശ ഉണ്ടാക്കുക, ഇഡ്ഡലി ഉണ്ടാക്കുക, എല്ലാം ഉണ്ടാക്കട്ടോ. ഇപ്പോൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 2-3 ദിവസം ചൂടാൻ പറ്റും കേട്ടോ. നമ്മൾ ഈസ്റ്റൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് പുളിക്കില്ല, ഒന്നുമില്ല. ഒരാഴ്ച വരെ എടുത്ത് വെച്ചാലും കേടില്ല കേട്ടോ. വേറെ വേറെ പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. ഓരോ ദിവസം ചൂടണ്ട് ഓരോ പാത്രത്തിലാക്കി വെച്ചാൽ മതി. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കൊരു തവി കോരി വെച്ചാൽ ദോശമാവ് ആദ്യം നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ട് അത് പിന്നെ നല്ലോണം ചൂടായി ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടേ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അങ്ങനെ മൂടി വെക്കുമ്പോൾ ഉഷാറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അല്ലേ, നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചുമ്പോൾ ആ നെയ്യിൻ്റെ ഒരു മണം ആ ദോശയും ഇങ്ങനെ നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മസാലേൻ്റെ കൂട്ട് അതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം കേട്ടോ. ത്രികോണമായിട്ട് മടക്കിയെടുക്കാം, എങ്ങനെ വെച്ചാൽ ഭംഗി പോലെ അങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. നമുക്ക് വേവിക്കണ പോലെ എങ്ങനെ എടുത്താലും ഉള്ളിൽ മസാല ഉണ്ടാവും. ആ ദോശ കഴിക്കാൻ ഒരേ ടേസ്റ്റ് തന്നെ കാരണം. അങ്ങനെ ഇതൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുവിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അല്ലേ, മസാലയൊക്കെ നല്ല കളറുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് വലിയ എരിവൊന്നുമില്ലല്ലോ, പച്ചമുളകല്ലേ നമ്മളിട്ടത്. അങ്ങനെ ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനൊക്കെ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ലതാണ്. വൈകുന്നേരത്ത് രാത്രി ഭക്ഷണം പറ്റുട്ടോ. അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റ് ആട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെ മടക്കുക, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൂടെ ഒന്നുകൂടി വേണമെങ്കിൽ മടക്കുക, ത്രികോണാകൃതിയിൽ മടക്കുക, ഒക്കെ മടക്കട്ടോ. അങ്ങനെ ഗെയ്സ് നമ്മളെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടേ നമുക്കൊരു ലൈക്കും സപ്പോർട്ടൊക്കെ തരുമുണ്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. സാമ്പാറും ഉണ്ട്, ആ മസാലയും കുറച്ചുണ്ട് കേട്ടോ. ഈ ചട്ടിനിയും വേണമെങ്കിൽ അതും പറ്റും, ചമ്മന്തിയൊക്കെ പറ്റും ഇതിക്ക്. പക്ഷേ ഈ മസാല ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രം ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ചായ ചൂട് കൊടുക്കാൻ കഴിക്കണമെങ്കിൽ അത് മതി. എന്നാൽ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ച്.